ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ, അല്ലെങ്കിൽ ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ഇവിടെയും കുഴപ്പമില്ല കേട്ടോ, സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാം ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ്, ആ സമയത്തെ ഒരു വാക്ക് നമ്മൾ ഞാൻ എപ്പോഴും പറഞ്ഞ് നിങ്ങളെ ബോറാക്കുന്നുമില്ല. ഒരു വാക്ക് മതി നമുക്ക് അതിന് മുന്നോട്ട് നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട്. മനുഷ്യനല്ലേ, ഞാനും പലരും എൻ്റെ അടുത്ത് പ്രശ്നങ്ങളും ഇതൊക്കെ പറയുന്ന ഉടനെ ഞാനും അവരെ ആശ്വസിപ്പിക്കും. പക്ഷേ നമ്മൾ മനുഷ്യനാണെങ്കിൽ അത്രയ്ക്കങ്ങ് നമുക്ക് എല്ലാം അങ്ങ് മനസ്സിൽ ഒതുക്കി മറ്റുള്ളവരുടെ അടുത്ത് പറയാതൊക്കെ ഇരിക്കാനുള്ള അത്രയുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് ഷെയർ ചെയ്യുക. അതെനിക്കൊരു ഷെയിമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഒരു കമൻറ്റ് വന്ന് നാണമില്ലേ ഇങ്ങനെ വന്ന് പറയാനെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എനിക്കതൊരു ഷെയിമായിട്ട് തോന്നിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് എൻ്റെ വിഷമം പറയുന്നതിന് നിങ്ങളോടല്ലാതെ ആരെടുത്താണ് ഞാൻ പറയേണ്ടത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അത് കേട്ട ഉടനെ എനിക്ക് പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ട് കമൻ്റ് ഇടുന്നവരൊക്കെ എത്രയോ പേരെ എനിക്ക് സപ്പോർട്ടായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്, ടെൻഷൻ എടുക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇന്നലെ വിജി മാത്യു ആണോ ബീന മാത്യു, ക്ഷമിക്കണേ, കുറേ കമൻസ് ഇങ്ങനെ വരുന്നുണ്ട്. ചിലരുടെയൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല പേര്. അടുത്ത വിജി കുറച്ച് എക്സസൈസൊക്കെ ചെയ്യണം, മടി വിചാരിക്കരുത്, ഒരു ലിങ്ക് തരാമെന്നൊരു. ഞാനത് ഇടയ്ക്ക് എപ്പോഴും കാണാറില്ല, ഇടയ്ക്ക് 1-2 പ്രാവശ്യം കണ്ടതാണ് ആ പുള്ളിക്കാരൻ്റെ ഇത്. നല്ലൊരു ചാനൽ. പക്ഷേ എക്സസൈസ് ഞാൻ എന്നാ കഴിയുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഹെവി ആയിട്ടൊന്നും ഈ വീണത് കൊണ്ടേ നടുവിൻ്റെ ഈ പ്രശ്നമായതുകൊണ്ട് ഓർത്തോ പറഞ്ഞേക്കുന്നത് കുനിഞ്ഞെങ്ങൊന്നും എടുക്കരുത്, എത്രയും റെസ്റ്റ് കൊടുക്കാമോ അത്രയും റെസ്റ്റ് അവിടെ കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഞാൻ അതൊന്നും വകവയ്ക്കാതെ ഈ അച്ചാറൊക്കെ ഇടുന്നതും ഇതൊക്കെ ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒത്തിരി ഹെവി ആയിട്ടുള്ള എക്സർസൈസ് ചെയ്യാൻ എന്നെ കൊണ്ട് പിന്നെ അതെനിക്ക് പ്രശ്നമാണ്. പിന്നെ ഇപ്പം ഞാൻ നടന്നിട്ട് വന്ന് നടക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പറഞ്ഞ ഒരു ഞാനും അങ്ങ് മറന്നുപോയി. ഈ അയമോദക വെള്ളം, അതാ നമ്മൾക്ക് ചില സമയത്ത് നമുക്ക് അങ്ങോട്ട് നമ്മുടെ മൈൻഡ് പോകത്തില്ലല്ലേ. അയമോദക വെള്ളം ഗ്യാസിന് നല്ലത് ഞാനും കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഇവർക്കൊന്നും ഇഷ്ടമല്ല വെള്ളം, പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ഇട്ട് കുടിക്കുന്നുണ്ട്. അത് നിങ്ങൾ എല്ലാം ചെയ്യുന്ന എല്ലാം. ഒരാൾ പറഞ്ഞ് ബീട്രൂട്ട് കഴിക്കുന്നത്, ബീട്രൂട്ട് ജ്യൂസൊക്കെ കുടിക്കുന്നത് കല്ലിന് ഈ സ്റ്റോണിന് നല്ലതാണ്. പക്ഷേ വേറൊരാൾ പറഞ്ഞ് അതൊരിക്കലും കുടിക്കരുതെന്ന്. പിന്നെ ഇന്ന് വാട്സപ്പിൽ പ്രൊമോഗ്രാനേറ്റിൻ്റെ അപ്പോൾ ഈ പ്രൊമോഗ്രാനേറ്റിൻ്റെ ഒക്കെ നമുക്ക് അതിന് ചവച്ച് തിന്നാൻ ബുദ്ധിമുട്ട്. കാരണം ഈ സ്റ്റോൺ ഉള്ളതുകൊണ്ട്. അത് ഞാൻ നേരത്തെ എനിക്കറിയാവുന്നതാണ്. ഈ ടൊമാറ്റോയുടെ അരി, ബ്രിഞ്ചോളിൻ്റെ അരി, ഇതൊന്നും വയറ്റിൽ പോകല്ലെന്നാണ് പറയുന്നത് സ്റ്റോൺ ഉള്ളവർ. ഇപ്പം നല്ല ഇതിൽ എനിക്ക് അത്ര മുഖത്തൊരു ഇതല്ല. ചില ഡ്രസ്സിലും ഉണ്ട്, എൻ്റെ ഇവിടെ ഒരു ഇച്ചിരി ഇങ്ങനെ കണ്ണടയ്ക്കുമ്പോൾ അറിയാം. അതാണ്ട് ഇവിടെ ഒരിത്തിരി വീർത്തിരിക്കും. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റത്തില്ലല്ലേ. നമുക്കിവിടെ എല്ലാവരുടെയും ജീവിതത്തിൽ കല്ലും മുള്ളും നിറഞ്ഞ അവസ്ഥയാണ്. അതിന് ആരെന്നില്ല എല്ലാവർക്കും. പിന്നെ ചിലരതൊക്കെ ധൈര്യപൂർവ്വം ആരോടും പറയാതെ അവരാ കഴിയുന്ന അവർ പ്രാർത്ഥിച്ച് ബലപ്പെടുത്തി ജീവിക്കും. ചിലർക്കത് പിടിച്ചു നിൽക്കാനുള്ള ത്രാണിയില്ലാത്തവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നൊക്കെ. അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് തെറ്റായിട്ട് തോന്നുന്നവർ ക്ഷമിക്കുക. അപ്പോൾ എല്ലാവരും പറഞ്ഞു വിജിയുടെ ഇന്നത്തെ വീഡിയോ കണ്ടോണ്ടേ ഹാപ്പി ആയിട്ടുണ്ടല്ലോ, ഒത്തിരി സന്തോഷം എന്നൊക്കെ. സന്തോഷം തന്നെ. പിന്നെ വീഡിയോ ഞാൻ പറയില്ല ഈ ദിവസങ്ങളിലൊന്നും. ഇതിപ്പോൾ അന്ന്
ഡോക്ടറെ കണ്ടിട്ട് ഒന്ന് പിറ്റേ ദിവസത്തെ വീഡിയോ ഒന്നും അല്ലേ കാണിക്കുന്നത്. പിറ്റേ ദിവസം ഒന്നും അങ്ങനെ എടുത്തില്ല. ഞാൻ പറയല് എടുക്കാനുള്ള നമ്മൾ വീട്ടിൽ പലതും ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അത് എടുക്കാനുള്ളൊരു മനസ്സങ്ങോട്ടില്ലായിരുന്നു. അപ്പോൾ ഇനിയും ഉള്ളതൊക്കെ വീഡിയോ മക്കളൊക്കെ ഇപ്പോൾ അങ്ങനെ 1-2 വിജയ് അവിടുത്തെ സിറ്റുവേഷൻ അറിയാം. എങ്ങനെയും അങ്ങ് നാട്ടിൽ പോന്നു. എങ്ങനെ പോകാനാ? പോൾ മോന് ട്യൂഷൻ തുടങ്ങി. നമ്മൾ പൈസയൊക്കെ അടച്ചിട്ട് ഇനി അവരെ ഇവിടെ നിർത്തിയിട്ട് പോയാൽ ശരിയാവത്തില്ല. ഞാനും കൊച്ചുകൂടെ പോയാൽ പിന്നെ പോകണമെന്നൊക്കെ നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. ടിക്കറ്റൊക്കെ നമ്മുടെ കപ്പാസിറ്റിക്കൊക്കെ അനുസരിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കിട്ടുവാണെങ്കിൽ പോകാൻ നോക്കും, അല്ലെങ്കിൽ പിന്നെ പോകാൻ നോക്കും. ഇപ്പം കുഴപ്പമൊന്നുമില്ല എനിക്ക്. നിങ്ങളുണ്ടല്ലേ എന്നെ താങ്ങി നിർത്താൻ. ഓക്കെ. അതുപോലെ ഞാൻ ഇന്നലെ പറയണമെന്ന് പറഞ്ഞിരുന്നയാ, ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഞാൻ വന്ന് കമൻസുകൾ നോക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്കൊരു കമൻസ്, ഒരു ചാനലുള്ള മല്ലു മുംബൈ അച്ഛ എന്നോ, ഞാനത് ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെങ്ങാണ്ടൊരു ചാനലാണ് വന്നിട്ടത്. എനിക്ക് കമൻ്റ് ഇട്ടായിരുന്നു. പക്ഷെ ഞാനത് റിപ്ലൈ കൊടുക്കാൻ തന്നെ, ഇനി ഞാൻ റിപ്ലൈ കൊടുത്തോന്നും എനിക്കറിയത്തില്ല. ഞാൻ നോക്കിയിട്ടൊന്നും ആ കമൻറ്റ് കാണുന്നില്ല. ഇനിയും ചിലപ്പം സ്പാമിലെങ്ങാനും പോയെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞ് വേണമെങ്കിൽ ഇനിയും വൈറ്റി സ്റ്റുഡിയോയിൽ വന്ന് കിടക്കും, ഒന്ന് നോക്കണം. ഞാൻ അഥവാ കമൻറ്റ് തന്നില്ലെങ്കിൽ, റിപ്ലൈ തന്നില്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ കമൻറ്റ്സ് കണ്ടതാണ്, പക്ഷെ റിപ്ലൈ കൊടുക്കാൻ നേരം അതെങ്ങനെ എങ്ങോട്ട് പോയാൽ. അങ്ങനെ പലരുടെയും കമൻറ്റ്സ് 2-3 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ നമ്മൾ ഇടുന്ന ഉടനെ നമ്മൾ നോക്കും കമൻറ്റ്, ഇട്ട കമൻറ്റുകൾ. അന്നേരം കാണുന്ന കമൻറ്റുകൾ മിക്കവാറും ഞാൻ റിപ്ലൈ കൊടുക്കാൻ നേരം കാണാതാവുന്നുണ്ട്. അത് പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് അങ്ങനെ വന്ന് താഴെ കിടക്കുന്നതാണ്. ഞാൻ മനഃപൂർവ്വമല്ല കേട്ടോ. പലരും വന്ന് പറയുന്ന ഞാൻ ഇങ്ങോട്ട് വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങോട്ടും വന്ന് സബ്സ്ക്രൈബ് ചെയ്യണേന്ന്. അപ്പം ഞാൻ ചിലരുടെയൊക്കെ ഇപ്പം തന്നെ ഓൾറെഡി 2-3-4 ഒരു 4-5 പേരുടെ കാണുന്നുണ്ട്. അത് ഞാൻ സമയം അഡ്ജസ്റ്റ് ഇപ്പോൾ പകുതി ചിലപ്പോൾ കുറച്ച് കാണും, പിന്നെ കുറച്ച് കാണും. അപ്പം വീണ്ടും ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പുതിയ ചാനലുകളിലൂടെ പോയി ചെയ്താൽ എനിക്ക് കാണാതെ നമ്മൾ വെറുതെ ചെന്ന് കമൻ്റ് ഇട്ടിട്ടും പ്രയോജനമില്ലല്ലേ. നമ്മൾ ഇത്രയും സമയം നമ്മൾ കണ്ടാലേ അവർക്ക് വാച്ച് ടൈം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കഴിവതും ആരുടെടുത്തും അങ്ങനെ പോകാത്തത്. അതുപോലുള്ള സമയമുണ്ടെങ്കിൽ ഞാൻ പോയി നോക്കും. ഈ ചാനലുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ സമയം എടുത്ത് കാണുന്നത്. എനിക്ക് എപ്പോഴാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അന്നേരമാണ് പോയി കാണുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മുടെ ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള അതുകൊണ്ടൊക്കെയാണ് ഞാൻ വരാത്തത് കേട്ടോ. ഞാൻ വലിയ ആളായെന്നൊന്നുമല്ല ചിന്തിക്കുന്നത്, എനിക്ക് വലിയ വ്യൂസ് ഒന്നുമില്ല. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ വീഡിയോസുകൾ നമ്മൾ കാണണം, അവർക്ക് ചെന്ന് കമൻറ്റ്സ് ഇടണം, അവർക്ക് വാച്ച് ടൈം എന്നല്ല കിട്ടത്തുള്ളൂ. കുറേ പേർക്ക് ഇതുവരെയും മോണിറ്റൈസേഷൻ കിട്ടാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ കണ്ട് വാച്ച് ടൈം കിട്ടിയാലല്ലേ ഒക്കത്തുള്ളൂ. ഓക്കെ. ഇന്ന് രാവിലെ എനിക്ക് റവ ഉപ്പുമാവൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവർക്കൊന്നും അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചിന്തിച്ച് അവർക്ക് പൂരി ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ അവർക്ക് ഞാൻ പൂരി ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കും വയ്യ, ഉള്ളത് വേണമെങ്കിൽ അവർ കഴിക്കട്ടെ എന്നൊക്കെ. പക്ഷേ മനസ്സനുവദിക്കത്തില്ല. വേണ്ടെങ്കിൽ അത് എത്ര ആണെങ്കിലും അമ്മമാർ വീണ്ടും എത്ര വയ്യെങ്കിലും അവരുടെ ഇഷ്ടത്തിനുള്ളത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഞാനങ്ങനെ അവർക്ക് പൂരി ഉണ്ടാക്കട്ടെ. എനിക്കും പൂരി ഇഷ്ടമാണ്, പക്ഷേ ഇപ്പോൾ ഈ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ പൂരി കഴിക്കുന്നില്ലെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ പൂരിക്ക് കറിയോ കൂട്ടാനോ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കോഫിയോ കുടിക്കാൻ, കോഫിയോ ചായയോ എന്തോ കുടിക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഇങ്ങനെ ഈ പൂരി അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ഞാൻ ഈ വയറിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് ഇതൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്യുക. എത്രയും ഇങ്ങനെയൊക്കെയുള്ള ഓയിലി ഫുഡൊക്കെ അങ്ങനെ ഓയിലി ഫുഡ് അങ്ങനെ ഒത്തിരി ഇവിടെ ഉണ്ടാക്കാറില്ല. പിന്നെ ഉണ്ടാക്കിയാലും ഞാനങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ആരും അങ്ങനെ വിശ്വസിക്കത്തില്ലോ കഴിക്കാതിരിക്കുമോ എന്നുള്ളത്. പക്ഷേ എനിക്കറിയാം, എൻ്റെ സിറ്റുവേഷൻ എൻ്റെ വീട്ടിലുള്ളവർക്കും അറിയാം. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ
ഇത് വലിയ പൂരി ഉണ്ടാക്കിയാൽ എത്രയും പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർക്കാമെന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഞാൻ ചെറിയ പൂരി ഉണ്ടാക്കത്തുള്ളൂ. ഈ പൂരിയുടെ മാവ് ഇപ്പം ഞാനൊരു 2 പൂരി ഉണ്ടാക്കുമായിരുന്നു. അപ്പം ഞാൻ പൂരി ഉണ്ടാക്കിയത് ചിലത് അങ്ങനെ അങ്ങ് പൊള്ളിയില്ല. ഞാൻ സാധാരണ കുഴയ്ക്കുന്നത് പോലെ കുഴച്ചിട്ട് ഒത്തിരി നേരമൊന്നും വെക്കാനൊന്നും പോയില്ല. അന്നേരം അങ്ങ് ഉണ്ടാക്കി. ഒരു ഇച്ചിരി നേരമൊക്കെ വെക്കുവാണെങ്കിൽ എനിക്ക് തോന്നിയത് നന്നായി കുമ്മിളിച്ച് വരും. ചിലതാണെങ്കിൽ നന്നായി കുമ്മിളിച്ച് വന്ന്, ചിലത് ഇനി ആ എണ്ണ ഇടാണ്ട് ഇത് നന്നായി കുമ്മിളിച്ച് വന്ന്. 3-4 ദിവസം അങ്ങനെ ഒത്തിരി പിന്നെ മീൻസ് കറി കൂട്ടാൻ അങ്ങനെയുള്ളതും കൊണ്ടൊന്നും ചെയ്തില്ല. ഇപ്പോൾ ചപ്പാത്തിക്ക് ആണെങ്കിൽ ഇവർ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ചപ്പാത്തിയും കൊണ്ടൊക്കെ അങ്ങ് എല്ലാവരും നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം എന്നോട് ആരാക്കില്ലാന്ന് തോന്നുന്നു ചേച്ചി, ഉച്ചയ്ക്ക് എന്നും ചപ്പാത്തിയാണോന്ന്. സാധാരണ എല്ലാവരും ഉച്ചയ്ക്ക് റൈസ് കഴിച്ചിട്ട് രാത്രിയിലൊക്കെയാണ് ചപ്പാത്തി കഴിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ച്. ഇവിടെ അപ്പച്ചന് ഉച്ചയ്ക്ക് ചപ്പാത്തി, വൈകിട്ട് ഒരിച്ചിരി ചോറും ഒരു ചപ്പാത്തി അങ്ങനെ. അപ്പം ഞാനും പിന്നെ ഉച്ചയ്ക്ക് അങ്ങ് പോൾമോനാന്നേലും കൊച്ചിനാന്നേലും ഒക്കെ കൊച്ചിനെന്നൊക്കെ കൂട്ടം അനുസരിച്ച് അവരുടെ ഉച്ചക്കത്തെ കഴിപ്പ് ചപ്പാത്തിയോ ചോറോ എന്നുള്ളത്. അപ്പോൾ രാവിലത്തെ ഇതൊക്കെ അങ്ങ് ചെയ്തതിന് ശേഷം പിന്നെ എന്നുള്ള പരിപാടി തന്നെ തുണി കഴുകൊക്കെ ഉണ്ടായിരുന്നു. അഖിൽ ചേച്ചിക്കൊരു അലക്ക് കമ്പനി തുടങ്ങാം എന്ന് എന്നത്തെ ഈ അലക്ക് കണ്ടിട്ട്. പിന്നെ തുണിയൊക്കെ കഴുകി കഴിഞ്ഞ് അതെല്ലാം വിരിക്കണമായിരുന്നു. ഇവിടുത്തെ തുണികളൊക്കെ ഞാനങ്ങ് വിരിച്ച് അങ്ങ് അകത്തെ പിന്നെ ഫ്രണ്ട് റൂമിലെ തുണികൾ പോൾമോനും വിരിച്ച് അതെടുത്ത് ഞാൻ കൊടുക്കണമെല്ലാം അതുപോലെ. അല്ലെങ്കിൽ അവർക്ക് തന്നെ എടുക്കാൻ അറിയത്തില്ല എവിടത്തൊക്കെ തുണികൾ എവിടെ ഇടണമെന്നുള്ളത്. അതുകൊണ്ട് ഞാനെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കും. കറി ഒരു സാമ്പാർ ഞാൻ അരിഞ്ഞ് അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാറെല്ലാം റെഡിയായി. പിന്നെ അതിന് കടുകൂടെ വറുത്ത് ചേർത്ത്. ഇതിപ്പോൾ പിറ്റേ ദിവസത്തെയാണ്. കാരണം അന്ന് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോകളൊന്നും അങ്ങനെ എടുത്തതുമില്ല. കുഞ്ഞൊരിതായതുകൊണ്ട് ഞാൻ പിന്നെ പിറ്റേത്തെയും കൂടെ അങ്ങ് കാണിക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ സാമ്പാർ ഉണ്ടായിരുന്നല്ലേ. ഇവിടെ ഇപ്പം ദോശയൊന്നും അത്ര താല്പര്യമില്ല ഇവർക്കൊക്കെ. ഇപ്പോൾ പിന്നെ ഉണ്ടാക്കുവാണെങ്കിൽ പോൾമോൻ പറയും മമ്മി ഏറ്റവും കട്ടി കുറച്ചുണ്ടാക്കി തരണേന്ന്. അങ്ങനെ റേച്ചാനും ഇവർക്കൊക്കെ കട്ടി കുറച്ചുണ്ടാക്കും. റേച്ചാൻ പറയും നീ വയ്യെങ്കിൽ, കാരണം ഈ രാത്രിയിൽ ഉറങ്ങാതിരിക്കുമ്പോൾ റേച്ചാൻ മനസ്സിലാവുമല്ലേ. രാവിലെ ഒരിച്ചിരി ഉറക്കം കിട്ടുമെങ്കിൽ പറയും നീ കിടന്നു. ഇപ്പം നമ്മുടെ എന്തുവാ കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ റേച്ചാൻ പറയും ബ്രെഡോ എങ്ങാണോ ഉണ്ടെങ്കിൽ ബ്രെഡ് ടോസ്റ്റോ അങ്ങനെ എങ്ങാണോ ഉണ്ടാക്കാമെന്ന്. പിന്നെ നമ്മുടെ മനസ്സങ്ങോട്ട് അനുവദിക്കത്തില്ല. എത്രത്തോളം നമുക്ക് ചെയ്യാമോ അത്രത്തോളം ചെയ്യാന്നുള്ള ഇതിലാണ്. അതൊക്കെ നമ്മൾ തന്നെ നമ്മുടെ ഹെൽത്തിനെ ഇതാക്കുന്നതാണ്. റേച്ചാൻ പറയുന്നത് ഇപ്പോൾ സ്കൂളിൽ പോകണ്ടല്ലോ, പ്രീസമോന് ടിഫിനൊന്നും അങ്ങനെ കൊണ്ടുപോകണ്ടല്ലേ. ടിഫിൻ കൊണ്ടുവന്ന സമയത്താണെങ്കിൽ നമ്മൾ എണീറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്തേലല്ലേ ആക്കത്തുള്ളൂ. അപ്പം വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ ഇതും കൊണ്ടൊക്കെ അങ്ങ് നിൽക്കാമല്ലോ. അല്ലെങ്കിൽ അവർ മാഗി തരാം. ഞാൻ പറയും എന്നും ഒന്ന് മാഗി കൊടുക്കണ്ട. അപ്പോൾ റേച്ചാൻ പറയും നിനക്ക് വയ്യാത്തപ്പോഴേലും നീ ഒന്ന് അടങ്ങിക്കടാ, എന്തെങ്കിലും കൊണ്ടൊക്കെ അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. മാഗി ആണെങ്കിൽ പോൾമോൻ റെഡിയാക്കി ഉണ്ടാക്കിക്കോളും. അപ്പോൾ 2 ദോശക്കല്ലിലൂടെ പെട്ടെന്ന് ദോശ അങ്ങ് ഉണ്ടാക്കി. ഇത് ഇത്തിരി അങ്ങ് സോഫ്റ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇഡലി ഉണ്ടാക്കാഞ്ഞത്. അല്ലെങ്കിൽ ഇഡലി ഉണ്ടാക്കത്തുള്ളായിരുന്നു. അവിടെ റേച്ചാനും പ്രൈസനോടെ യുനോ കളിക്കുമോ യുനോ. അവൻ എപ്പോഴും എന്നോട് പറയും മമ്മി ഒന്ന് കളി. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ലടാ ഇത് കളിക്കാൻ. യുണോ അവൻ്റെ സ്കൂളിൽ പിള്ളേരൊക്കെ പറയും യുണോ കളി എന്ന്. എനിക്കറിയത്തില്ല ഇതെന്തുവാ. അങ്ങനെ അവരവിടെ ഇരുന്നത് കളിക്കുക. അപ്പോൾ ടൊമാറ്റോ കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായി. ഞാൻ ടൊമാറ്റോ ഫ്രിഡ്ജിൽ വയ്ക്കാറില്ല, വെളിയിൽ തന്നെ ഇരിക്കുന്നത്. കുറഞ്ഞത് ഒരാഴ്ചയൊക്കെ വെളിയിലിരിക്കും ഞാൻ ഈ ടൊമാറ്റോ കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം ഇത്തിരി പന്നലായിട്ടുണ്ടെങ്കിൽ അതുടനെ എടുത്തങ്ങ് മാറ്റും. പന്നലായിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവിടെ പോകും. ഞാൻ വെളിയിൽ ഇങ്ങനെ ഓപ്പണായിട്ട് ഈ നമ്മുടെ പ്ലാസ്റ്റിക് വല പോലുള്ള ഇതുണ്ടല്ലേ,
അതിൻ്റെ അകത്താണ് ഇട്ടേക്കുന്നത്. ഫ്രിഡ്ജ് ഞാൻ വെച്ചിട്ടേ ഇല്ല. അപ്പോൾ അത് ഇങ്ങനെ ഇരുന്നത് പന്നലാവണ്ടെന്ന് പറഞ്ഞ്, പന്നലൊന്നും ആയില്ലായിരുന്നു. ഞാൻ അതെല്ലാം കൂടെ എടുത്ത്, ഇത് ചപ്പാത്തിക്ക് ഇവർക്കെല്ലാം ഇഷ്ടമാണെന്നല്ലേ, അപ്പോൾ എൻ്റെ ജോലിയും കുറഞ്ഞിരിക്കും, ഇതുണ്ടായി. പക്ഷേ ഇപ്പോൾ ഈ കൊച്ചു ചെറുക്കന് നേരത്തെ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം പറയാം എനിക്കിത് ഇഷ്ടമല്ല, എനിക്ക് വെണ്ടയ്ക്ക മെഴുക്കോട്ടി ഇഷ്ടമുള്ളതെന്ന്. അവൻ കഴിച്ചതുമില്ല. പക്ഷേ പോൾമോനും പോൾമോനൊന്നും ചോറിൻ്റെ കൂടെ കഴിക്കത്തില്ല, ചപ്പാത്തിയുടെ കൂടെ കഴിക്കും. റീച്ചാനും ഇഷ്ടമാണ്. അപ്പോൾ ഞാനതൊന്ന് ഇത് നമുക്ക് ജോലിയില്ലല്ലോ, അരിഞ്ഞെടുക്കുന്ന പാടേ ഉള്ളൂ. സവാളയൊന്ന് വഴറ്റിയിട്ട് അതിട്ടിട്ട് പിന്നെ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അടച്ചങ്ങ് വെച്ചിരുന്നാൽ മതി. അതിൽ നിന്നുള്ള വെള്ളം ഊറി മസാലയും നന്നായിട്ട് വെന്ത് വരുന്ന ഉടനെ ലാസ്റ്റിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ഇന്ന് ഞാനിപ്പോൾ ഇച്ചിരി ഗരം മസാലയും കൂടെ ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ അത് ഇത്രയും ഉണ്ടെങ്കിലും അത് കുറച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അതങ്ങ് അവിഞ്ഞ് വന്ന് പിന്നെ ടൊമാറ്റോയൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ അതെനിക്ക് അതിൻ്റെ ലാസ്റ്റ് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകിയെടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.